വളരെ സുവിദിതമായ ഒരു സത്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എഴുതി കിട്ടിയ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൂടി മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. ജമാഅത്തെ ഇസ്ലാമി LDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതല്ലേ UDF അനുകൂലികളായ മുജാഹിദുകളെ പ്രകോപിപ്പിക്കുന്നത് എന്നതാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ജമാഅത്തെ ഇസ്ലാമി ഇപ്രാവശ്യം LDFനെ പിന്തുണച്ചതുകൊണ്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. സാധാരണ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ അവസരത്തിനൊത്ത് ഈ വാചകവും മാറ്റാറുണ്ട്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കുറച്ചു കാലം മുമ്പ് കുഞ്ഞാലിക്കുട്ടി പ്രശ്നം നിലനിന്നപ്പോ മുജാഹിദുകൾ എവിടെ പരിപാടി നടത്തിയാലും ജമാഅത്താർ വന്നിട്ട് പറയും, ആ കുഞ്ഞാലിക്കുട്ടി എതിർക്കുന്നത് കൊണ്ടാണ് മുജാഹിദുകൾ ജമാഅത്തിനെതിരെ പരിപാടി നടത്തുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെ കേട്ടത് നജാദ് ഇറാനിൽ നിന്നുകൊണ്ട് അമേരിക്കക്കെതിരെ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു, അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുജാഹിദുകൾ വിമർശിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നു LDFന് പിന്തുണ നൽകി ജമാഅത്തെ ഇസ്ലാമി, അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുജാഹിദുകൾ പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുജാഹിദുകൾ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധ ആദർശങ്ങൾ, ആശയങ്ങൾ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ അജണ്ടയായി സ്വീകരിച്ച് നിലനിർത്തുന്നത് കൊണ്ടാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഭാഷണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം ആരോപണം ഉന്നയിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുൽ അലാ മൗദൂദി സാഹിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന ആദർശത്തിൽ വരുത്തിയ മാറ്റം എന്താണ് എന്ന് വളരെ വ്യക്തമായി ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് മുജാഹിദുകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധ കക്ഷികളുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കുള്ള ബന്ധം എന്താണ് എന്ന് മുജാഹിദുകൾ പറയാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇവിടെ ഉണ്ടായതുകൊണ്ട് ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള കുഴപ്പങ്ങളാണ് പിൽക്കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് മുജാഹിദുകൾ പറയാറുണ്ട്. ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന വസ്തുനിഷ്ഠമായ കാര്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു മനസമാധാനം. എന്താ മനസമാധാനം? അത് LDFനെതിരെ വോട്ട് ചെയ്തത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നത്. അപ്പൊ ഇലക്ഷന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയെ മുജാഹിദ് പ്രസ്ഥാനം വിമർശിച്ചത് എന്തിനാ? ഇനി അതല്ല, വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദുകൾ വിമർശിച്ചത് എന്തിനാ? അപ്പോ ഞാൻ പറഞ്ഞില്ലേ, മനസമാധാനത്തിന് വേണ്ടിയാണ്. ഒന്നുകൂടി വ്യക്തമായി പറയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അടിസ്ഥാനപരമായി ഇസ്ലാമിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ വളരെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുൽ അലാ മൗദൂദി സാഹിബ് എഴുതിയ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ അഥവാ ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്ന അടിസ്ഥാനപരമായ 4 സാങ്കേതിക ശബ്ദങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇതുവരെ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത, ലോകത്ത് കഴിഞ്ഞുപോയ മുൻഗാമികളായ സലഫുകൾക്ക് പരിചയമില്ലാത്ത നവീനമായ ഒരു ആദർശവും ആശയവുമായിട്ട് സമൂഹത്തിനിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് പുതിയ ഒരു ആശയം മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, തന്റെ സ്വന്തം ഗവേഷണങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളായി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഈ നിലക്ക് മൗദൂദി സാഹിബ് ശ്രമിക്കുകയും മൗദൂദി സാഹിബിന്റെ ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട്, ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ മുജാഹിദ് പ്രസ്ഥാനത്തിന് എതിർക്കേണ്ടി വന്നു. ഇനി LDFനെ പിന്തുണച്ചതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കേണ്ട ഏതെങ്കിലും ഒരു ആവശ്യം മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടോ? ഇല്ല. കാര്യം എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യമല്ല, ഏതു പ്രാവശ്യമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി LDFനൊരു പിന്തുണ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കപടതയ്ക്ക് ഏറ്റവും വലിയ തെളിവായി മുജാഹിദ് പ്രസ്ഥാനം അത് ഉയർത്തിക്കാട്ടും. കാര്യം എന്താ? നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി ഏതെല്ലാം രംഗത്ത് പ്രവർത്തിച്ചുവോ അവിടെയെല്ലാം കപടതകൾ കാട്ടി നിലകൊണ്ട ഒരു പ്രസ്ഥാനമാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു വോട്ട് ചെയ്യൽ ശിർക്കാണ്.
1961 ആയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു വോട്ട് ചെയ്യാം, പക്ഷെ ഇപ്പോൾ ചെയ്യാൻ പറ്റൂല. കാര്യമെന്താ? നേരത്തെ ഇവിടെ സ്ക്രീനിൽ കണ്ട ഷെയ്ഖ് മുഹമ്മദ് സാഹിബ്, ഇവിടെ പ്രസംഗിച്ച ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് തന്നെ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ അനുയായികളോട് ചോദിച്ചു എത്ര വോട്ട് കിട്ടും. അപ്പൊ പറഞ്ഞു നമുക്ക് വേണ്ടത്ര വോട്ടൊന്നും കിട്ടൂല, 3, 2, 5 വോട്ടേ കിട്ടുള്ളൂ. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി പിന്നെ പറഞ്ഞു വോട്ട് ചെയ്യൽ ശിർക്ക് ഉണ്ടോ? കാലം കുറച്ച് കഴിഞ്ഞപ്പോ ജമാഅത്തെ ഇസ്ലാമി എന്തെടുത്തു? കുറച്ചാളൊക്കെ ആയി എന്ന് തോന്നി. സത്യത്തില് 2 സമ്മേളനം നടത്തി അവിടെ 2 ആള് കൂടുന്ന കണ്ടപ്പോ ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളാണെന്ന് മൊത്തത്തിൽ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞപ്പോ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു ഇപ്പൊ നമ്മൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വോട്ട് ചെയ്യൽ ഇഖാമത്തുദ്ദീൻ കണ്ടോ. ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായാൽ വോട്ട് ചെയ്യൽ ഇഖാമത്തുദ്ദീന്റെ ഭാഗം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടേതായ ഒരു പങ്കു വഹിക്കാൻ സാധ്യമല്ല എന്ന് കണ്ടാൽ വോട്ട് ചെയ്യൽ ശിർക്ക്. ജമാഅത്തെ ഇസ്ലാമിക്ക് സ്കൂളില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് സ്കൂളുകളില്ലാത്ത കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു കലാലയം എന്ന് പറഞ്ഞാൽ കൊലാലയമാണ്. ആണോ? കലാലയം എന്ന് പറഞ്ഞാൽ കൊലാലയമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു. പക്ഷേ കുറെ കാലം കഴിഞ്ഞ് കുറച്ച് സാമ്പത്തികമായ അടിത്തറയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ ജമാഅത്തുകാർക്ക് സ്കൂൾ കിട്ടി. സ്കൂൾ കിട്ടിയപ്പോ ജമാഅത്തുകാർ അതിന് പേരിട്ടു ഹുദാ സ്കൂൾ. കണ്ടോ? അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്കൂളില്ലെങ്കിൽ മറ്റുള്ള സ്കൂളൊക്കെ കൊലാലയങ്ങൾ, നമുക്ക് സ്കൂൾ ഉണ്ടെങ്കിൽ ഹുദാ സ്കൂൾ. ആണോ? ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം എന്താ? നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സോൾഡാരിറ്റി കുട്ടികൾ പാഠം നികത്തുന്നതിനെതിരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പാഠം നികത്താൻ പാടില്ല, പ്രകൃതിയെ തുറങ്കം വെക്കാൻ പാടില്ല. ഈ നാട്ടിലെ ഈ മലകൾ മുഴുവൻ 5 വർഷം കൊണ്ട് ഇവിടെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് പറഞ്ഞില്ലേ, മലകൾ തകർക്കുന്നു, പാടങ്ങൾ നികത്തുന്നു, ഇവിടുത്തെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായി അതിനെതിരെ ഈ ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നു എന്ന് വാദിക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ സെന്ററുകൾ പാടം നികത്തി കയറ്റുകയാണ്. മല നികത്താൻ പാടില്ല എന്ന് പറയുന്ന ജമാഅത്തുകാരൻ ഇവിടെ എന്താ കുടില് കെട്ടിയിട്ടാണോ അവരുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് ഓഫീസുകൾ ഉണ്ടാക്കുന്നത്? ഓലയും മടലൊക്കെ ആയിട്ടൊരു ഓഫീസ് ജമാഅത്തിന്റെ. അതെന്താ? മല നികത്താൻ പാടില്ല. കാര്യം കല്ല് പൊട്ടണം, ചങ്കല്ല് വെട്ടണം, പാറ പൊട്ടിക്കണം, എങ്കിലേ ഓഫീസും കെട്ടിടമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പാറ പൊട്ടിക്കാൻ പാടില്ല, മല നികത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഒരു ഓല ഷെഡിൽ കഴിയുകയാണ് എന്ന് പറയുകയാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്തത്? അല്ല. മല നികത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ, മല പൊളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, മല ഇടിച്ചു നിരത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ വമ്പൻ കെട്ടിടങ്ങൾ ജമാഅത്തുകാരുണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ് ആ കെട്ടിടം ഉണ്ടാക്കിയത്? മല പൊളിച്ചുകൊണ്ട് വന്ന കല്ലുകൾ, കരിമ്പാറകൾ, അതുപോലെ തന്നെ മറ്റു പുഴി, ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജമാഅത്തുകാരൻ എന്തെടുക്കുന്നത്? കെട്ടിടം ഉണ്ടാക്കുന്നത്. ആ കെട്ടിടം വെക്കുന്നത് എവിടെ? വയൽ നികത്തിയിട്ട്.